കെ രാമചന്ദ്രൻ എംഎൽഎയുടെ പുതിയ എംഎൽഎ ഓഫീസ് തുറന്നു. പുതുക്കാട് CG തിയേറ്ററിന് സമീപത്തുള്ള ഓൾഡ് പബ്ലിക് കമ്പനി ബിൽഡിംഗിലാണ് ഇനി എംഎൽഎ ഓഫീസ് പ്രവർത്തിക്കുക. CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. CPI മണ്ഡലം സെക്രട്ടറി CU പ്രിയൻ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര സംവിധായകൻ പ്രിയനന്ദനൻ, CPM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ TA രാമകൃഷ്ണൻ, PK ശിവരാമൻ, NN ദിവാകരൻ, CPI സംസ്ഥാന കൗൺസിൽ അംഗം VS പ്രിൻസ്, കേരള കോൺഗ്രസ് മാണി വിഭാഗം സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ബേബി മാത്യു കാവുങ്കൽ, സോഷ്യലിസ്റ്റ് ജനതാദൾ സംസ്ഥാന കമ്മിറ്റി അംഗം രാഘവൻ മുളങ്ങാടൻ തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയപാത പുതുക്കാട് മേൽപ്പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ടായിരുന്ന കെട്ടിടം പൊളിച്ചുമാറ്റിയതിനെ തുടർന്നാണ് ഓഫീസ് CG തിയേറ്ററിന് സമീപത്തുള്ള ഓൾഡ് പബ്ലിക് കമ്പനി ബിൽഡിംഗിലേക്ക് മാറ്റിയത്. ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വിവിധ മതസംഘടനാ പ്രതിനിധികൾ, സാമൂഹിക പ്രവർത്തകർ, സാംസ്കാരിക പ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഏതൊരു ജനങ്ങൾക്കും ആൾക്കാർക്കും MLA നേരിട്ട് കാണാനും ഓഫീസിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ സ്റ്റാഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കാനും എല്ലാം കഴിയുന്ന രീതിയിൽ സ്ഥിരമായി ഇവിടെ പ്രവർത്തകരുണ്ടാകും ഓഫീസിൽ. അക്കാര്യം നമ്മുടെ ജനങ്ങൾ നന്നായി ഉപയോഗപ്പെടുത്തും എന്നുകൂടി പ്രതീക്ഷിച്ചുകൊണ്ട് സാധാരണക്കാരായ മുഴുവൻ ജനങ്ങൾക്കും അതിൻ്റെ ഓഫീസ് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ഓഫീസ് അതിന് കഴിയട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ നല്ല രീതിയിൽ ഓഫീസ് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇനിയും തുടർന്ന് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി CPIM-ന്റെ ജില്ലാ സെക്രട്ടറി സഖാവ് അവരെ ക്ഷണിക്കുകയാണ്. ഒട്ടേറെ പ്രശ്നങ്ങളെ കുറിച്ച് അവലാദികളുമായി ജനങ്ങൾ വരും. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഇടപെടൽ MLA-യുടെ ഭാഗത്തുനിന്ന്, MLA-മാരുടെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ 20 വർഷത്തിലേറെയായി ഈ മണ്ഡലത്തിൽ ഉണ്ടാകുന്നുണ്ട്. അത് നമുക്ക് നല്ലതുപോലെ തുടരാൻ കഴിയണം. ഇവിടെ പരാതിയുമായി വരുന്ന, പ്രശ്നങ്ങളുമായി വരുന്ന എല്ലാവർക്കും പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഔദ്യോഗിക കേന്ദ്രമായി MLA-യുടെ ഈ ഓഫീസ് ഇനിയും തുടരട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. മുൻകാലങ്ങളിലുള്ള MLA-മാരുടെ പ്രവർത്തനമില്ല ഇപ്പോൾ MLA-മാർക്ക് വേണ്ടി വരുന്നത്. മുൻകാലങ്ങളിൽ നിയമനിർമ്മാണ സഭകളിലെ പ്രവർത്തനവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളുമാണ് ഏറ്റവും കൂടുതൽ MLA-മാരുടെ പ്രവർത്തനമായി വിലയിരുത്തിയിരുന്നത് എങ്കിൽ ഇന്ന് എല്ലായിടത്തും MLA വേണം എന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അത് വികസനത്തിൻ്റെ മാത്രമല്ല, നാട്ടിലെ ഓരോ മനുഷ്യരുടെയും ചെറിയ ചെറിയ സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലുമെല്ലാം നമ്മൾ MLA-യുടെ സാന്നിധ്യം നാട്ടിലെ മനുഷ്യർ പ്രതീക്ഷിക്കുക. കേൾക്കുകയും മറുപടി തരുകയും ചെയ്യുന്നവരാണ്. മറുപടി തരുവാൻ പറ്റുക എന്നുള്ളത് വലിയ കാര്യം, കേൾക്കുക മാത്രമല്ല. അപ്പോൾ അതുകൊണ്ട് ഈ പുതിയ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഭരണത്തേക്കാൾ കൂടുതലേറെ പരാതികൾ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഒരു ഇടം ഉദ്ഘാടനം ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ പറയാം നിറയെ പരാതികൾ ഉണ്ടാവട്ടെ എന്നാണ്, നിറയെ കച്ചവടം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ പോലെ മനുഷ്യർക്ക് നിറയെ പരാതികൾ ഉണ്ടാവട്ടെ, അത് പരിഹരിക്കാൻ പറ്റട്ടെ എന്നതാണ്. വളരെ ഭംഗിയായി പറഞ്ഞു. ചില കാര്യങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റാത്തതാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്, എല്ലാ മനുഷ്യർക്കും അറിയാവുന്നതാണ്. അതിൽ ചിലപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സാമ്പത്തിക ഘടനയുടെ വലിപ്പച്ചെറുപ്പങ്ങളൊന്നുമില്ല, അതൊന്നുമല്ല. സാധാരണക്കാരനായാലും അതിൻ്റെ മേലെ നിൽക്കുന്ന മനുഷ്യർക്കും ഈ പരാതികളുണ്ടാവും. പക്ഷെ അത് കേൾക്കാൻ പറ്റാവുന്ന ഒരാളുണ്ടാവുക, അതിനെ പരിശോധിക്കാൻ പറ്റാവുന്ന ഒരാളുണ്ടാവുക എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് സത്യമാകുന്ന ഒരാളാണ് രാമചന്ദ്രൻ എന്നുള്ളതാണ്, ബഹുമാനായ MLA എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് നിറയെ പരാതികളും പരിഹരിക്കാനുള്ളൊരു മനസ്സും ഈ പുതിയ ഓഫീസിനും സാധ്യമാവട്ടെ എന്ന് ആശംസ. MLA സംബന്ധിച്ച് ഈ കഴിഞ്ഞ 5 കൊല്ലക്കാലങ്ങളിൽ പ്രവർത്തിച്ച കൃത്യസമയത്ത് ഉദ്ഘാടനത്തിലായാലും എന്ത് പ്രവർത്തനത്തിലായാലും 10 മണിക്കാണെങ്കിൽ 9:45 അദ്ദേഹം എത്തിച്ചേരും. അതുപോലെ തന്നെ എല്ലാ ജനങ്ങളുടെയും എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ സമയങ്ങളിലെല്ലാം ഓടിയെത്താനും പ്രവർത്തിക്കാനും അദ്ദേഹം ഈ 5 കൊല്ലത്തെ പ്രവർത്തനത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് ഇവിടെ വീണ്ടും അധികാരത്തിൽ വരുവാനുണ്ടായ സാഹചര്യം എന്ന് മനസ്സിലാക്കണം. ഇനിയും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ
കഴിഞ്ഞ കാലഘട്ടത്തെ പോലെ തന്നെ ഇനിയും ഉയരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാ മംഗളം നടന്നുകൊണ്ട് ഞാൻ എൻ്റെ ചുരുക്കം വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. പുതുക്കാട് നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ജനകീയനായ ഒരു MLA നമുക്ക് ലഭിച്ചു എന്നതിനേക്കാൾ ഉപരി എല്ലാവരുടെയും കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ശ്രമിക്കാനും അതനുസരിച്ച് കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദമന്യേ അത് നടപ്പിലാക്കുവാനും വ്യഗ്രത കാട്ടുന്ന ഒരു നല്ല സുഹൃത്താണ് ശ്രീ KK രാമേന്ദ്രൻ. അദ്ദേഹം MLA ആകുന്നതിന് മുമ്പ് തൊട്ട് തന്നെ അദ്ദേഹം വളരെ ഭാഗ്യം ചെയ്ത ഒരു വ്യക്തിയാണ്. കാരണം കൊടകര ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ആളെ ഐക്യജനാധിപത്യ മുന്നണിയുടെ കീഴിലുള്ള സർവീസ് സഹകരണ ബാങ്കുകളെല്ലാം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ വെള്ളിക്കുളങ്ങര ആയാലും കൊടകര ആയാലും തൃക്കൂരായാലും അദ്ദേഹത്തിന്റെ പ്രവർത്തന പാഠവും കൊണ്ട് നേടിയെടുക്കാൻ കഴിഞ്ഞു. ഞാൻ MLA ശേഷം നമ്മളെ വീട് അന്വേഷിച്ചു. അപ്പോൾ അവരത് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചേക്കായിരുന്നു. അപ്പോൾ അത് പിന്നെ 6 മാസത്തേക്ക് മാത്രം തന്നിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ അന്വേഷിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ പഴയ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തുള്ള പൈലാട്ടൻ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പാർട്ടി മെമ്പറായിട്ടുള്ള സഖാവ് ആൻഡുവിൻ്റെ അപ്പച്ചനാണ് പൈലാട്ടൻ എന്ന് പറഞ്ഞാൽ അവിടെ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങളൊക്കെ ചെല്ലുമ്പോൾ കയ്യിൽ പൈസ ഇല്ലെങ്കിലും അവിടെ ലോക്കപ്പിലൊക്കെ പിടിച്ചു വെച്ചിരിക്കുന്ന ആളുകൾക്കൊക്കെ ചായ കൊടുക്കാൻ ആവശ്യപ്പെടുമ്പോൾ കടമായൊക്കെ കൊടുത്തിരുന്ന ഒരു പൈലാട്ടൻ. പാർട്ടി മെമ്പറല്ലായിരുന്നു, പക്ഷെ പാർട്ടി അനുഭവിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആൻഡു നമുക്ക് അത് നമ്മളോടുള്ള പ്രസ്ഥാനത്തിൻ്റെ താല്പര്യത്തിൻ്റെ ഭാഗമായി ആ ബിൽഡിങ് നമുക്ക് MLA ഓഫീസ് പ്രവർത്തിക്കാൻ വേണ്ടി തരികയാണ് ഉണ്ടായത്. ആ ഘട്ടത്തിലെ ഏറ്റവും നല്ലൊരു ചെറിയ ഓഫീസാണെങ്കിലും NHIക്ക് ഫേസ് ആയിട്ടുള്ള ഒരു ഓഫീസ് അപൂർവമായിരിക്കും MLAമാരുടെ ഉണ്ടാവുക. സൗകര്യം കുറവുണ്ടെങ്കിലും ഏറ്റവും ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവാവുന്ന ഒരു കേന്ദ്രത്തിലായിരുന്നു MLA ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. കറക്റ്റ് 5 വർഷമായി അവിടെ പ്രവർത്തിച്ചിട്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏതാണ്ട് ഒരു 2 മാസം കാലം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് അവിടെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞു. പിന്നീട് നമ്മളിപ്പോൾ അപ്രതീക്ഷിതമായി പാലം പണി നമുക്ക് നടക്കുന്ന അറിയായിരുന്നു, സർവീസ് റോഡും വരുന്ന അറിയായിരുന്നു. ഞങ്ങൾക്ക് ആരും അറിയില്ലായിരുന്നു ഈ കെട്ടിടത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ്, ഒരു 1/2 മീറ്റർ അങ്ങനെ ഉള്ളൂ പൊളിക്കേണ്ടി വരും. അത് പൊളിക്കുമ്പോൾ പറഞ്ഞൊരു ബാക്കി പിന്നെ എല്ലാം പൊളിക്കേണ്ട ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ അത് പൊളിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് വളരെ പെട്ടെന്ന് ഇവിടേക്ക് മാറേണ്ടി വന്നത്.